ലൈറ്റ് ബോയ്സിന് ഹേമമാലിനി കൈക്കൂലി കൊടുക്കുമായിരുന്നു അത്രേ. എന്തിനാന്ന് വെച്ചാൽ ധർമ്മേന്ദ്രയുമായിട്ടുള്ള സീനുകൾ മോശമാക്കാൻ. എന്തിനാണ്? അപ്പൊ കൂടുതൽ റീടേക്ക് വരും. കാരണം ഇവര് കടുത്ത പ്രണയത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് കൈക്കൂലി കൊടുത്ത് അത് റീടേക്ക് പരമാവധി വരുത്താൻ ശ്രമിച്ചിരുന്നു എന്ന് വരെയുണ്ട് കഥകൾ. ഇതിനകത്ത് ഈ തീം പറഞ്ഞല്ലോ, നമ്മുടെ സൽമാൻ ഖാന്റെ പിതാവാണ് സലീം. സലീം, അപ്പൊ സൽമാൻ ഖാന്റെ പിതാവ് സലീമും ജാവേദ് അക്തറിലെ ജാവേദും ചേർന്ന് സലീം ജാവേദാണ് തിരക്കഥ എഴുതിയത്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും അന്ന് തന്നെ അറിയാമായിരുന്നു വൺമൻ ഹിറ്റാവുന്നു. അവർ വലിയ ആത്മവിശ്വാസമായിരുന്നു. മറ്റൊരു കാര്യം, നേരത്തെ അടിയന്തരാവസ്ഥ കാലത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, പാകിസ്ഥാനായിട്ടൊരു ബന്ധമുള്ളത്. പാകിസ്ഥാനിൽ സിനിമ എപ്പോഴാണ് റിലീസ് ചെയ്യുന്നത് അറിയുന്നോ? 2010 ആ കാലത്തൊന്നും റിലീസ് ചെയ്തില്ല. 2010 അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ബാൻഡായിരുന്നു. കാരണം ഈ നമ്മുടെ യുദ്ധം കഴിഞ്ഞ ഉടനെ ഇന്ത്യൻ സിനിമകൾക്ക് അവിടെ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കാൻ പാടില്ല. എവിടെയും എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഷോലെ അങ്ങോട്ട് പോയില്ല. 2010 റിലീസ് ചെയ്തു. ഒരു ആഗ്രഹം കൊണ്ട് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സിനിമ ഡിസ്ട്രിബ്യൂട്ടർ ചെയ്തു. പക്ഷെ ആരും കണ്ടില്ല. വിചാരിച്ച പൈസ ഒന്നും വന്നില്ല. എന്താണ് കാരണം? അതിനു മുമ്പ് തന്നെ ഇവർ പലപാട് ഇത് കണ്ടു തീർത്തിരുന്നു. പാകിസ്ഥാനികൾ മുഴുവൻ VCDയും മറ്റതും മറിച്ചൊക്കെ ഉപയോഗിച്ചിട്ട് മുഴുവൻ ആയിരക്കണക്കിന് തവണ കാണുകയും പുതിയ തലമുറ വരെ കണ്ടു. അപ്പോൾ സിനിമ തിയേറ്ററിൽ പോയപ്പോൾ ഓടിയില്ല. പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്.